തന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. മുഖവരകളില്ലാതെ വേഗത്തിൽ അവൻ ഇന്ന് പകൽക്കാല ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ സന്ദേശം വേഗത്തിൽ നിങ്ങളോട് കൈമാറിയിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ. ആ ആ ആ മതി. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു സന്ദർഭമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നാം ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്, യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ നമ്മുടെ അരുമനാഥൻ യോർദാനിലേക്ക് ഇറങ്ങി സകല നീതിയുടെ നിവൃത്തിയായ സ്നാനം ദൈവം കൈക്കൊണ്ടതിനു ശേഷം അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കുകയാണ്. സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗം തുറന്നിരിക്കെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്, ഹി ഈസ് മൈ ബിലവഡ് സൺ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആമേൻ. ഇന്ന് പകൽക്കാലം പ്രിയരെ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം സവിസ്തരം പഠിച്ചു കഴിഞ്ഞാൽ ആഴമേറിയ ദൈവശാസ്ത്രത്തിൻ്റെ ചിന്ത കിടക്കുന്ന ഒരു തലമാണ് ദൈവ മക്കൾ അല്ലെങ്കിൽ ദൈവ മകൻ എന്ന ആശയത്തോട് ബന്ധപ്പെട്ട് പുതിയ നിയമവും പഴയ നിയമവും പഠിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ മകൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകനാരെന്ന് പഴയ നിയമത്തിനകത്ത് നാം വായിച്ചാൽ നമുക്ക് തെളിവുകളില്ല. പഴയ നിയമത്തിനകത്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹിതന്മാരുണ്ട്, ദൈവത്തിൻ്റെ ദാസന്മാരുണ്ട്. പക്ഷേ പഴയ നിയമത്തിനകത്ത് മറഞ്ഞിരുന്നൊരു മർമ്മത്തെ പുതുനിയമത്തിനകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. അത് പുത്രത്വത്തിൻ്റെ ആശയമാണ്. ആമേൻ. അത് ദൈവിക പുത്രത്വമാണ്. ആ പുത്രത്വത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന വലിയ നിക്ഷേപമുണ്ട്, വലിയ ദൈവിക മർമ്മങ്ങളുണ്ട്. ഇതെല്ലാം പഴയ നിയമത്തിനകത്ത് മറഞ്ഞു കിടക്കുമ്പോൾ പുതുനിയമ തലമുറയോട് തൻ്റെ പുത്രത്വത്തിൻ്റെ ആശയത്തെ ഹൃദയം തുറന്ന് ഈ ഭൂമിയിലേക്ക് ദൈവാത്മാവ് കൈമാറുകയാണ്. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ തലമുറയിൽ ദൈവം വിളിച്ചത് ദൈവത്തെ അഡോണായി എന്ന് വിളിക്കാനല്ല. അബ്രഹാം ദൈവത്തെ വിളിച്ചത് അഡോണായി എന്നാണ്. ആശയം ഇത്രയുള്ളൂ, എൻ്റെ യജമാനനെ എന്നാണ്. ഒരു ദാസൻ തൻ്റെ യജമാനനെ അഡോണായി എന്ന് വിളിക്കുമ്പോൾ, യജമാനനെ എന്ന് വിളിക്കുമ്പോൾ, യജമാനനിൽ നിന്ന് എന്തെങ്കിലും കൂലി ലഭിക്കുമോ എന്ന് കരുതി, എന്തെങ്കിലും നന്മ ലഭിക്കുമോ എന്ന് കരുതി യജമാനനെ എന്ന് വിളിക്കുമ്പോൾ ദാവീദ് പറയുന്നു, ഈ ദൈവം എൻ്റെ സ്നേഹിതനാണ്. ദൈവം ദാവീദിനെ പറ്റി പറയുകയാണ്, ദാവീദിന്റെ സ്നേഹിതനാണ്. ഹീസ് മൈ ഫ്രണ്ട്, അവൻ എൻ്റെ സ്നേഹിതനാണ്. ഞാൻ പറയട്ടെ, പുതുനിയമസഭയെ ദൈവ സ്നേഹിതരായിട്ടല്ല വിളിച്ചത്, ദാസന്മാരായിട്ടല്ല വിളിച്ചത്, ദൈവത്തിന്റെ മക്കളായാണ് വിളിച്ചത്. വിശ്വസിക്കാമെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് സ്തോത്രം കൊടുക്കാം. ഈ തലമുറയിൽ ദൈവം നമ്മെ വിളിച്ചത് ദൈവത്തിന്റെ മക്കളാകാനാണ്. പുതുനിയമത്തിന്റെ ആരംഭം അല്ലെങ്കിൽ പുതുനിയമസഭയുടെ ആരംഭം മാളിക മുറിയാണെങ്കിൽ ആ മാളിക മുറിയിലേക്ക് ദൈവസഭ നടന്നു കയറുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സാക്ഷാൽ ഉടയ തമ്പുരാനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, പഴയ നിയമത്തിൽ മറഞ്ഞു കിടന്ന മകനെന്ന മർമ്മം പുതുനിയമത്തിനകത്ത് ഞാൻ വെളിപ്പെടുത്തുകയാണ്. എവിടെ? യോർദാന്റെ യോഹന്നാന്റെ കൈകീഴിൽ യോർദാന്റെ കരയിൽ സ്നാനമേറ്റ ഉടനെ സ്വർഗം പ്രസിദ്ധമാക്കുകയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന. നിങ്ങൾക്ക് മനസ്സിലായോ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പറലേ മറഞ്ഞു കിടക്കുന്ന ഒരാശയമാണ് ദൈവ മക്കൾ എന്ന ആശയം.
അല്ലെങ്കിൽ സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മകൻ എന്ന ആശയം. പക്ഷെ ഞാനിങ്ങനെ പറയട്ടെ, ദൈവത്തിന്റെ മകൻ എന്ന ആശയം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ കാണാൻ കഴിയില്ല. കാരണമെന്ത്? ദൈവം പഴയ നിയമത്തിനകത്ത് അല്ലെങ്കിൽ വേദപുസ്തകത്തിനകത്ത് ആദ്യമായി മകനെന്ന് വിളിക്കാൻ ആഗ്രഹിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് പഴയ നിയമം പഠിച്ചാൽ കാണാൻ കഴിയില്ല. പക്ഷേ വൈദ്യനായ ലൂക്കോസ് തൻ്റെ എഴുത്തെഴുതി തുടങ്ങുമ്പോൾ നാം വായിച്ച വചനം തുടർമാനമായി നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ 3-ാം അധ്യായത്തിനകത്ത് അതിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ യേശുവിൻ്റെ വംശാവലി പരിചയപ്പെടുത്തുമ്പോൾ ആദാം മുതലുള്ള ആദ്യ ഗായകന്മാരായ പിതാക്കന്മാരുടെ വംശാവലി പരിചയപ്പെടുത്തി തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന മകൻ എന്ന മർമ്മത്തെ പുതുനിയമത്തിനകത്ത് ദൈവസഭയ്ക്ക് കൈമാറുകയാണ്. വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 33-ാമത്തെ വാക്യം. വേദപുസ്തകത്തിൽ ആദ്യമായി ദൈവമകൻ എന്ന സംബോധനയ്ക്ക് വിധേയപ്പെട്ട വ്യക്തിയെ പറ്റി അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ശബ്ദമുയർത്തി വായിക്കാം 33-ാമത്തെ വാക്യം. സോറി, 33-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. 33 അല്ല, 3-ാം അധ്യായം 38-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം. അവിടെ കാണാൻ കഴിയുന്നു ആദാം ദൈവത്തിന്റെ മകൻ. ഹലോ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. പഴയ നിയമത്തിനകത്ത് ആദാമിനെ ദൈവം മകനായി വിളിച്ചതായി കാണാൻ കഴിയുമില്ല. പക്ഷെ വൈദ്യനായ ലൂക്കോസ് പരിചയപ്പെടുത്തുന്നു, അവൻ കേവലം ദൈവത്തിന്റെ സൃഷ്ടി മാത്രമല്ല, ഉടയ തമ്പുരാന്റെ മകൻ എന്ന പദവിക്ക് യോഗ്യനായിരുന്നു. മനസ്സിലായവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് തൻ്റെ കരപല്ലവത്താൽ തൻ്റെ കരത്താൽ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിലത്തിലെ പൊടി കൊണ്ട്, നിലത്തിലെ മണ്ണുകൊണ്ട്, പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി വന്നപ്പോ ദൈവം അവനെ വിളിക്കാൻ ആഗ്രഹിച്ചത് മനുഷ്യ എന്നല്ല, അവനെ ദൈവം വിളിക്കാൻ ആഗ്രഹിച്ചത് എൻ്റെ മകനെ എന്നാണ്. ഹല്ലേലൂയ. ഏദെൻ പർദീസയിൽ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്, സത്യം. മറുഭാഗത്ത് ദൈവത്തിന്റെ മകനെയാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ആദാം എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിന്റെ മകനായിരുന്നു. ദൈവത്തിന്റെ മകന് ചില പ്രത്യേകതയുണ്ട്. സാക്ഷാൽ ദൈവത്തിന്റെ മകന് ദൈവം വച്ചിരിക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ആദാമിന് ദൈവം വച്ചിരുന്ന ചില പ്രത്യേകതകളുണ്ട്. എന്ന് ആദാം ഏദെൻ തോട്ടത്തുനിന്ന് പുറത്താകപ്പെട്ടു, അന്ന് അവനിൽ നിന്നും മകൻ എന്ന പദവി നഷ്ടപ്പെട്ടു. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? എവിടം വരെ മകൻ എന്ന പദവി ഉണ്ടായിരുന്നു? ഏദേനിലുണ്ടായിരുന്ന കാലം മുഴുവനും അവൻ ദൈവിക മകനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരുവൻ ദൈവത്തിന്റെ മകനാകണമെങ്കിൽ അവന്റെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന 4 തരത്തിലുള്ള ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. നമ്മുടെ ഇരിപ്പ് കണ്ടാൽ, നമ്മുടെ കയ്യടി കണ്ടാൽ, നമ്മുടെ പ്രവചനം കണ്ട, നമ്മുടെ പാട്ട് കണ്ട, നമ്മുടെ പ്രസംഗം കേട്ട പലരുടെയും ചിന്ത നമ്മൾ ദൈവ മക്കളാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ വചനം പറയുന്നു, ദൈവത്തിന്റെ മകനാകണോ ദൈവത്തിന്റെ ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം.
നിങ്ങളെ സ്തോത്രം പറയില്ലെന്ന് എനിക്കറിയാം. ഇന്നു പകൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞാലും ഇല്ലേലോ, ദൈവത്തിന്റെ മകന് ദൈവത്തിന്റെ ചില ക്വാളിറ്റികൾ ഉണ്ടായിരിക്കണം. എന്താണ്? ദൈവത്തിന്റെ ആദ്യജാതനായ, ദൈവം സൃഷ്ടിച്ച ആദ്യത്തെ മകനായ ആദാമിനുണ്ടായിരുന്ന ക്വാളിറ്റി എന്തായിരുന്നു എന്ന് ചോദിച്ച ഒന്നാമത്തെ ക്വാളിറ്റി, ആദാം തേജസ്സിന്റെ വസ്ത്രത്തിനകത്ത് ജീവിച്ചവനായിരുന്നു. ഇന്നു പകൽ ഒരു ദൈവ പൈതലാണെങ്കിൽ ലോകത്തിന്റെ അകത്തല്ല, ദൈവ തേജസ്സിനകത്ത് ജീവിക്കണം. അവന്റെ ഭാഷ ലോകത്തിന്റെ ഭാഷയല്ല, അവന്റെ പ്രകൃതി ലോകത്തിന്റെ പ്രകൃതിയല്ല. ഇന്ന് പകൽ ഒരുപക്ഷെ രോഗം മാറാൻ ഇതിനകത്ത് വന്നവർ കാണാ, വിടുതലിന് വേണ്ടി വന്നവർ കാണാ. ഇന്ന് പകൽ ഇവിടെ വിടുതലുണ്ട് സത്യം, പക്ഷെ ഇവിടെ വിടുതലിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മക്കളാകാ ദൈവം നമ്മെ വിളിച്ചവരാണ്. ഇന്ന് പകൽ വിടുതലിനേക്കാൾ വലുതാണ് ദൈവത്തിന്റെ മകൻ എന്ന പദവി. സൗഖ്യത്തെക്കാൾ വലുത്, ഈ ലോകത്തിലെ വിദ്യാഭ്യാസങ്ങളെക്കാൾ വലുത്, ഈ ലോകത്തിലെ വീടിനേക്കാൾ വലുത്, ഈ ലോകത്തിലെ വാഹനത്തെക്കാൾ വലുത് ദൈവമകനെന്ന പദവിയാണെങ്കിൽ ഈ തലമുറയിൽ ദൈവമക്കളാകാ വിളിക്കപ്പെട്ടവർക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. മാറാമാപ സഭയുടെ വിശ്വാസിയല്ല ഇന്ന് പകൽ നീ ധൈര്യമില്ലാതെ ആരാധിക്കേണ്ടത്, അഭിമാനം കൊള്ളേണ്ടത് നാം ദൈവത്തിന്റെ മക്കളാണ്. പെന്തക്കോസ്തി വന്നതുകൊണ്ട് അഭിമാനം കൊള്ളരുത്. അതിൽ വന്നതുകൊണ്ട് അഭിമാനം കൊള്ളുന്നവരുണ്ട്. മാറാനാഥ സഭയിൽ വന്നതുകൊണ്ട് അഭിമാനം കൊള്ളരുത്. ഇന്നു പകൽ ഇതെല്ലാം നമ്മെ ദൈവമക്കളാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഈ പെന്തക്കോസ് അനുഭവം, ഈ ആലയത്തിൽ വന്നത്, ഈ ദൈവവചനം കേൾക്കുന്നത് നമ്മെ ദൈവമക്കളാക്കാനാണ്, ദൈവമക്കളാകാനാണ്. ദൈവമക്കളാണോ? ദൈവത്തിന്റെ തേജസ് നിന്റെ കൂടെ ഉണ്ടാകും. ദൈവത്തിന്റെ തേജസ് നിന്റെ കൂടെ ഉണ്ടാകും. ഈ തലമുറയിൽ ദൈവ തേജസ് വഹിക്കാൻ കൊതിക്കുന്ന ആരേലും ഉണ്ടോ? അവരെ നോക്കി ദൈവം പറയൂ, He is my beloved. ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ദൈവത്തിന്റെ സൃഷ്ടി എന്നും മനോഹരമാണ്. ദൈവത്തിന്റെ സൃഷ്ടി എന്നും മനോഹരമാണ്. ദൈവം സൃഷ്ടിച്ച ആദാമിൽ വെളിപ്പെട്ട ഒന്ന് ദൈവിക തേജസ്സാണ്. ദൈവിക തേജസ്സാണ്. പ്രിയരെ, നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? നമ്മുടെ വാക്ക് കേൾക്കുന്നവർ പിന്മാറ്റത്തിലാണോ പോകുന്നത്, അതോ ദൈവ കൃപയിലാണോ വരുന്നത്? നമ്മുടെ പാട്ട് കേൾക്കുന്നവർ ദൈവ കൃപയിലാണോ വരുന്നത്? നമ്മുടെ പാട്ട് കേൾക്കുന്നവർ ദൈവത്തിൽ നിന്ന് അകന്നാണോ പോകുന്നത്? ഇന്ന് പകൽ ദൈവ തേജസ്സിലുള്ളവർ ദൈവത്തെ പോലെയാണ്. ഈ തലമുറയിൽ ദൈവമാകാ, ദൈവത്തെ പോലെയാകാ വിളിക്കപ്പെട്ടവരാണ് നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്, റഫറൻസ് ഓർക്കുന്നില്ല. മോശ ഫറവോന്റെ മുൻപിൽ ദൈവമായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ദൈവമായിരുന്നു. ഹലോ, വീട്ടിൽ പോയി വായിച്ചാൽ ബൈബിളിലുള്ളതാ. ആരോ കേട്ടിട്ടില്ലാത്ത പോലെ കണ്ണുള്ളൂ, ഇവൻ എന്നാടാ പ്രസംഗിക്കുന്നേ എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അവനിൽ വെളിപ്പെടുന്ന തേജസ്സും മഹത്വവും കണ്ടാൽ നിന്നിൽ ദൈവമുണ്ടെന്ന് മനുഷ്യൻ പറയണം. നിന്നിൽ പിശാചുണ്ടെന്നല്ല, നിന്നെ കാണുന്നവർ ക്രിസ്തുവിനെ കാണണം. ഹലോ, മോശയെ ഫറവോന് ദൈവമാക്കി വച്ചു എന്ന വചനം. ഹലോ, ഈ തലമുറയിൽ ദൈവമഹത്വം വഹിച്ചാൽ
ഈ ദേശത്തിന്റെ അന്ധകാര മണ്ഡലങ്ങളുടെ മുകളിൽ വാഴാനുള്ളൊരു അധികാരം നിന്റെ മേൽ തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മകനാണോ തേജസ് ഉണ്ടായിരിക്കും. തേജസിന്റെ പ്രത്യേകത എന്തേ? ദൈവം നൽകിയ തേജസ്സാ. ഇത് ദൈവിക തേജസ്സാണ്. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ദൈവ സാന്നിധ്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, ഈ ദൈവകൃപയെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഈ ആലയത്തിൽ വന്നിരുന്ന ദൈവത്തെ ആമെ പരിഹാസികളാകരുത്. കാരണമെന്ത്? ഇത് വിലപിടിപ്പുള്ളതാണ്, ഇത് വിലപിടിപ്പുള്ളതാണ്. ഇത് നീതിയുടെ വസ്ത്രമാണ്, ഇത് തേജസ്സിന്റെ വസ്ത്രമാണ്. ഇതെല്ലാവർക്കും കിട്ടുന്നതല്ല. അമ്പ്യർക്കോണത്ത് അനേകരുണ്ട്, അവർക്കാർക്കും കിട്ടിയില്ല. അവരിന്ന് കല്ലിനെയും മണ്ണിനെയും മരത്തെയും വൃക്ഷത്തെയും ആരാധിക്കുമ്പോ ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയാകോ വിളിക്കപ്പെട്ടവരല്ലേ നാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്കൂളിൽ പോകുമ്പോൾ, നിങ്ങളുടെ ഉപജീവന മേഖലകളിൽ പോകുമ്പോൾ, നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിൽ നിങ്ങളുടെ സഹോദരങ്ങൾ വന്നിരിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കും, നീ എന്നാടാ അത് ചെയ്യാത്തേ? നീ എന്നാടാ ഇത് ചെയ്യാത്തേ? നീ എന്നാടാ ആ പാപത്തിൽ ഞങ്ങളോടുകൂടെ പങ്കുചേരാത്തേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നത്തെ മക്കളാണ് ഈ പറഞ്ഞേനെ, ഞാനും കൂടെ ഇരിക്കാം, ഞാനും കൂടെ ഇരിക്കാം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സ്ഥലമൊന്നും പറയുന്നില്ല, എൻ്റെ ദൈവദാസനെ പ്രാർത്ഥിക്കാനൊന്നും ഒരു സാഹചര്യവും ഇല്ല. എൻ്റെ റൂമിനകത്തുള്ളവ മൊത്തം മദ്യപാനികളാ, എൻ്റെ പ്രായത്തിലുള്ളവരാ, പക്ഷെ അവരെല്ലാം മദ്യപാനികളാ. ഞാൻ ചോദിച്ചു, ബ്രദറെ നിങ്ങൾ എങ്ങനെയാ? പാസ്റ്റർ, ഞാൻ മദ്യപിക്കത്തില്ല, ഞാനൊരു പെപ്സിയും വാങ്ങിച്ച് അവര് വാങ്ങുന്ന പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് അടുത്തുകൂടെ ഇരിക്കും. ഹലോ, അടുത്ത് ഇരിക്കും. നോക്കുമ്പോ ഞാൻ കുടിച്ചത് പെപ്സിയാ, അവരാ മദ്യപിച്ചേ. ഹലോ, വചനം പറയുന്നു, വചനം പറയുന്നു, ദുഷ്ടന്റെ പാപികളുടെ വഴി, പാപികളുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ. ഇവ ഇരുന്നിട്ട് പറയുക ഞാൻ നീതിമാനെന്ന. ഞാൻ പറഞ്ഞു, പൊന്നു ബ്രദറെ, നിന്നിൽ നിന്ന് തേജസ് വിട്ടുപോയിട്ട് കാലം കുറയായി. നമ്മുടെയൊക്കെ ഭക്തിത എല്ലാത്തിനും അകത്തുണ്ട്, പക്ഷെ എങ്കിലും പറച്ചിൽ വിശുദ്ധനെന്ന, പറച്ചിൽ മുഴുവൻ വിശുദ്ധനെന്ന്. എടാ, തേജസ്സിന് വില കൊടുത്തു നിൽക്ക്. കർത്താവിന്റെ വരവ് താമസമില്ല, അവന്റെ വരവ് അത് വാതിൽക്കലാണ്. ഹലോ, എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് നിനക്കിരിക്കാൻ പ്രമാണമില്ല, എല്ലാവരും പോകുന്ന ഇടത്തിരിക്കാൻ നിനക്ക് പ്രമാണമില്ല, എല്ലാവരും പോകുന്നതിന്റെ പുറകെ പോകാൻ നിനക്ക് പ്രമാണമില്ല. കാരണമെന്തു പാസ്റ്റേ? നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മകനാണെങ്കിൽ ഉള്ള പ്രത്യേകത, നിന്നിൽ തേജസ്സുണ്ട്, നിന്നിൽ തേജസ്സുണ്ട്, നിന്നിൽ നീതിയുണ്ട്. ആരുടെ നീതി? സ്നാനമെന്ന പ്രക്രിയയിലൂടെ, വീണ്ടും ജനനമെന്ന പ്രക്രിയയിലൂടെ ദൈവം തന്ന ഒരു വിശുദ്ധിയുടെ വസ്ത്രമുണ്ട്. അത് മലിനമാക്കിയോ കൈയടിച്ചിട്ട് കാര്യമില്ല. അത് മലിനമാക്കിയാൽ കൈയടിച്ചിട്ട് കാര്യമില്ല, പാടിയിട്ട് കാര്യമില്ല, സ്തുതിച്ചിട്ട് കാര്യമില്ല. ഇന്നു പകൽ ദൈവത്തിന് വേണ്ടി നീ നിൽക്കുന്നെങ്കിൽ നേരെ നിൽക്കണം, വിശുദ്ധി നിൽക്കണം,
പ്രമാണത്തിൽ നിൽക്കണം. ആമേ, വേർപാടിൽ നിൽക്കണം. കൂട്ടുകാരാണേലും മാറ്റേണ്ടതിനെ മാറ്റണം. ഞാൻ പറഞ്ഞു, പൊന്നു ബ്രദറെ, നീ വേറിട്ട് നിൽക്കേണ്ടടുത്ത് വേറിട്ട് നിന്നാൽ എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ഞാൻ ചോദിച്ചു, നിനക്ക് ആംബിയറില്ലേ? നീ ജ്ഞാനപ്പെട്ടതല്ലേ? നിനക്ക് പറഞ്ഞൂടെ ഇങ്ങനെയുള്ളതിൻ്റെ നടുവിൽ ഞാൻ ഇരിക്കില്ലെന്ന്? ഹലോ, അവളുടെ ചിന്ത എന്ത്? ഇന്ന് പെപ്സി മേടിച്ചു കൊടുത്ത നാളെ അവൻ ഞങ്ങളെ കൂടെ ആകും. ഒരു റൂമിനകത്ത് പാർത്താലും നീ ആ കൂട്ടിലില്ലെന്ന് നീ അറിഞ്ഞാൽ, അവരറിഞ്ഞാൽ, പിന്നെ അവർ ആ പാപം ചെയ്യുമ്പോൾ നിന്നെ വിളിക്കോ? നിന്നെ വിളിക്കോ? ആന്റി വിളിക്കോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഈ ലോകത്തെ നിനക്ക് നന്നാക്കാൻ കഴിയില്ല. മിന്നെ മെനക്ക് നന്നാക്കാൻ കഴിയും. മിന്നെ മെനക്ക് മാറിക്കാൻ കഴിയോ? ആദാമിന് ദൈവം കൊടുത്ത അവകാശം ഒന്നാമത്തത് തേജസ്സാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തേജസ്സാണ്, തേജസ്സാണ്, തേജസ്സാണ്. വചനം പറയുന്നു, ആ തേജസ്, മകൻ എന്ന പദവിക്ക് ദൈവം കൊടുത്ത തേജസ് ആദാമിൽ നിന്ന് നഷ്ടമായി. എപ്പോ? ഹവ്വയെ സാത്താൻ ഉപായത്താൽ ചതിച്ചപ്പോൾ. ഹവ്വയെ സാത്താൻ എങ്ങനെ ചതിച്ചു? നിന്നെ വീഴ്ത്തുന്നത് ഉപായത്താലാണ്. നിന്റെ വീഴ്ച നിനക്കറിയാൻ കഴിയില്ല. മക്കളെ, നിന്റെ കുടുംബത്തിന്റെ വീഴ്ച, നിന്റെ സഭയുടെ വീഴ്ച, നിന്റെ ഭാവിയുടെ വീഴ്ച, നിന്റെ ആരോഗ്യത്തിന്റെ വീഴ്ച, നീ സങ്കല്പിച്ചുയർത്തിയ, നിന്റെ സ്വപ്നം കണ്ടുയർത്തിയ നിന്റെ ജീവിതത്തിന്റെ വീഴ്ച സാത്താൻ തകർത്ത് കളയുന്നത് ഉപായത്താലാണ്. ഹവ്വയെ ഉപായത്താൽ സാത്താൻ ചതിച്ചപ്പോ, ആമേ, ഹവ്വ കടിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം കടിച്ചപ്പോ, എൻ്റെ ചോദ്യം, തിന്ന സമയത്ത് ഹവ്വയുടെ കണ്ണു തുറന്നില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആദാമിന് കൊടുത്ത് ആദാമും കൂടെ കഴിച്ചിട്ടാണ് അമ്മച്ചിയുടെ കണ്ണു തുറന്നേ? ഇല്ല. തിന്ന നേരത്ത് അവളുടെ കണ്ണു തുറന്നു. ഹലോ, അവൾക്ക് മനസ്സിലായി ഇതിലെന്തോ കുഴപ്പമുണ്ട്. നീതിയുടെ വസ്ത്രം മാറി ഞാൻ നഗ്നനാണെന്ന് തിരിച്ചറിഞ്ഞു. അടുത്ത ചോദ്യം, നീ വീണെന്ന് നീ അറിഞ്ഞു? സ്തോത്രം പറഞ്ഞില്ല. ഹവ്വേ, നീ നഗ്നയാണെന്ന് നീ തിരിച്ചറിഞ്ഞു. പക്ഷെ ദൈവം മകനെന്ന് വിളിച്ച അവനെയും കൂടെ വീഴ്ച നീ അമ്പിനെ അവന്റെ മുൻപിൽ വൃക്ഷത്തിന്റെ ഫലം വച്ചു നീട്ടി. ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്നു പകൽ വീഴാതെ നിൽക്കുന്നവനെ വീഴ്ത്താൻ ആഗ്രഹം. ഹലോ, വീണവനാ, സഭയ്ക്കകത്ത് വരാത്തവനാ, സഭയിലുള്ളവനെ പുറകോട്ട് വലിക്കാൻ ആഗ്രഹം. നിങ്ങൾ സ്തോത്രം പറയില്ല, നിങ്ങൾ ആരാപിക്കില്ല. ആരാധനയിൽ നിന്ന് വീണുപോയവനാ ആരാധിക്കുന്നവനെ വീഴ്ത്താൻ ആഗ്രഹം. ഹല്ലേലൂയ. പൊന്നുപ്രിയരെ, ഈ തലമുറ എടുത്തു നോക്ക്. പള്ളി കേറാത്തതാ, പള്ളി കേറുന്ന പലതിനെ വീഴ്ത്തിയത്. ഹലോ, പഠിക്കാൻ പോകുന്നുണ്ട് അയർലാൻഡിലും UK യിലും കാനഡയിലും. ഹലോ, അവിടെയൊക്കെ പോയി മക്കൾ വഴിതെറ്റിയത് എങ്ങനെ? ആലയത്തിൽ പോകാത്ത പലതിനോടും കൂട്ടുകൂടിയപ്പോ ആലയത്തിൽ പോകുന്നതും വീണുപോയി. ഇന്നു പകൽ സാത്താന്റെ തന്ത്രം വീണതിനെ കൊണ്ട് ചിലവിനെ വീഴ്ചിക്കാനാ. ഇന്ന് പകൽ ദൈവസഭയെ ജയിക്കണ. ഈ വചനം ഞാൻ ചുമ്മാ പ്രസംഗിക്കുകയല്ല. വീണ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ സാത്താന്റെ ആയുധമാക്ക. സാത്താൻ പച്ച വീടുമുണ്ട്. ഇന്ന് പകൽ മടങ്ങി വാ.
കരമടിച്ച് ദൈവത്തെ സ്തുതിക്കുക. തൻ്റെ ഇടത്തോടെ ആത്മമറവിൽ ആരാധിക്കുക. ഇമ്മലകളിൽ വീണവ് പോലെ എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറകളെ കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം ഞാനാകുന്നവർ ദൈവത്തിന്റെ തേജസ്സിലാണ്. ഇന്ന് പകൽ ആരാധിക്കാൻ തൻ്റെ ഇടം. ഇന്നു പകൽ വീണുപോയതിന്റെ കയ്യിൽ അകപ്പെടരുത്. വീണുപോയതിന്റെ മുൻപിൽ നീ നിന്നുകൊടുക്കരുത്. ഇന്നു പകൽ വീഴാതെ മെറുത്തിയ ദൈവത്തെ നോക്കി ഈ ക്രിസ്തീയ ജീവിതം ഓടി തികച്ചോണ്. ഒരുപക്ഷെ ആലയത്തിനകത്തായിരിക്കുക, ഒരുപക്ഷെ ആലയത്തിനു പുറത്തായിരിക്കുക, ഒരുപക്ഷെ നിന്റെ ജോലി സ്ഥലത്തായിരിക്കുക, ഒരുപക്ഷെ നിന്റെ വീട്ടിനകത്തായിരിക്കുക, ഒരുപക്ഷെ നീ ആയിരിക്കുന്ന പല മേഖലകൾക്കകത്തായിരിക്കുക. വീണവർ വീഴ്ത്താൻ നോക്കുമ്പോ പറ, ഇന്നു പകൽ ഈ തേജസ്സിനെ വിട്ടൊരു ജീവിതം എനിക്കില്ലവേ ഇല്ല. ആലയത്തെ ചിതറിക്കാനിടുന്ന പദ്ധതികൾ, ദൈവസഭയെ ചിതറിക്കാനിടുന്ന പദ്ധതികൾ, ദൈവ തലമുറകളെ, ദൈവ മക്കളെ ആമേ പാപത്തിലേക്ക് കൊണ്ടുപോയി തകർത്ത് കളയാനിടുന്ന എല്ലാ സാധാന്യ പദ്ധതികളുടെ മേലും ഇന്ന് പകൽ ആത്മാവിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. എല്ലാ സാധാന്യ ഉപായങ്ങളെയും ജയിക്കുന്നൊരു തലമുറ ഈ അഭിഷേകത്തെ മക്കളെ പ്രാപിക്ക്. ഏതോ വൻകരയിൽ കൊണ്ടിട്ടാലും പാപത്തോട് കോംപ്രമൈസ് ചെയ്യാവേ. ആമേ ഡ്രഗ്സിനോട്, മയക്കുമരുന്നുകളോട്, ലോകത്തിന്റെ ഇച്ഛകളോട്, ജഡത്തിന്റെ മോഹങ്ങളോട് കോംപ്രമൈസ് ചെയ്യാവേ. ജീവിക്കുമ്പോൾ ക്രിസ്തുവ്, മരിക്കുമ്പോൾ ലാഭമെന്ന് പറയുമോ? പ്രിയരെ, സ്നേഹത്തോടെ പറയട്ടെ, നിന്റെ പ്രാർത്ഥനയെ തള്ളി നീക്കുന്ന, നിന്റെ ആത്മീകത്തെ തള്ളി മാറ്റുന്ന, നിന്റെ ആലയത്തിലെ വരവിനെ തള്ളി മാറ്റുന്ന, നിന്റെ ഒരു നേരത്തെ പ്രാർത്ഥന, ഞാൻ അങ്ങനെ പറയാം, ഒരു നേരത്തെ പ്രാർത്ഥനയെങ്കിലും മുടക്കുന്ന ആരേലും നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, അതെത്ര വലിയ കൂട്ടാണേലും, അതെത്ര വലിയ കൂട്ടുകെട്ടുകളാണേലും, ദൈവകൃപയിൽ നിന്ന് വീഴ്ത്തുന്ന വചനം പറയുന്നു, കുടുംബത്തിനകത്തുള്ളതാണേലോ. ആദാമിനെ വീഴ്ത്തിയത്, ഹവ്വയല്ലേ വീഴ്ത്തിയത്, അവന്റെ വാരിയലിൽ നിന്നൊന്നല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രിയരെ, എൻ്റെ ഭാര്യ വീഴ്ത്തി എന്ന് പറഞ്ഞ അവിടെ പരിപാടി നടക്കില്ല. എൻ്റെ ഭർത്താവാണ് ആദ്യം വീണതെന്ന് പറഞ്ഞ അവിടെ പരിപാടി നടക്കില്ല. എൻ്റെ മക്കൾ വീണത് കൊണ്ടാണ് ഞങ്ങളും വീണതെന്ന് പറഞ്ഞ അവിടെ പരിപാടി നടക്കില്ല. കാരണം രക്ഷ വ്യക്തിപരമാണ്, നിത്യത വ്യക്തിപരമാണ്, നീതീകരണം വ്യക്തിപരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സബിൻ ഭാഷക്ക് നിങ്ങൾ ഇത്രയും പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ഓൺലൈനിലൂടെ കാണുന്ന 100 കണക്കിന് പേരെ എനിക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ? നോ 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 നോ. എനിക്കെന്നെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. എനിക്കെന്നെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. എൻ്റെ അപ്പനെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൻ എന്നെയും കൊണ്ടുപോകാൻ കഴിയില്ല.
എൻ്റെ സഹോദരിയെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, എൻ്റെ സ്നേഹിതരെ എനിക്ക് കൊണ്ടുപോകാൻ കഴിയില്ല, അവർക്ക് എന്നെയും കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം രക്ഷ വ്യക്തിപരമാണ്. ഹലോ, ഭാര്യ വീണെന്ന് കരുതി നീ വീണു പോകരുത്. ഭർത്താവ് വീണെന്ന് കരുതി നീ വീണരുത്. മക്കൾ വീണെന്ന് കരുതി നീ വീണു പോകരുത്. നീ പിടിച്ചു നിൽക്ക, നീ പിടിച്ചു നിൽക്ക. 2024 നീ പിടിച്ചു നിൽക്ക. എന്നിട്ട് ദൈവത്തോട് കൂടെ നടക്ക. ഹാനോക്കിനെ പോലെ. ഹല്ലേലൂയ. നീ പായിടുമ്പോ ഭർത്താവ് വന്നിരിക്കില്ലെന്ന് കരുതി നീ ഭവന പാത്രം മുടക്കരുത്. നിന്റെ മക്കൾ നിന്റെ കൂടെ ഇല്ലെന്ന് കരുതി വചന ധ്യാനം നിർത്തരുത്. ഹലോ, നിന്റെ മക്കൾ നിന്റെ കൂടെ ഇല്ലെന്ന് കരുതി ആമേ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കുമ്പോൾ നീ നിർത്തരുത്. ഉപായത്താൽ ചതിക്കപ്പെട്ടതുപോലെ നിന്നെയും ചതിച്ചു കളയാൻ സാത്താൻ പതിയിരിക്കുന്നുണ്ട്. കാരണം നീ തേജസ്സിലാണ്, നീ ദൈവമകനാണ്. നീ തേജസ്സിൽ നിന്നാൽ വചനം പറയുന്നു, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അവൻ പണിത പെട്ടകത്തിനകത്ത് അവസാനമായപ്പോ അവനും അവന്റെ മക്കളും ഉണ്ടായിരുന്നു. ആരെയും മേടിയില്ലേലും ഇന്ന് പകൽ ഈ നാവ് കൊണ്ട് നീ ആരെയും വിമർശിക്കാൻ പോണ്ട. നീ നിന്റെ കുടുംബത്തെ വിമർശിക്ക, നീ നിന്റെ മക്കളെ വിമർശിക്ക. നിന്റെ കൂടെ നിന്റെ മക്കളുണ്ടോ എന്ന് നോക്ക്. എനിക്ക് വലിയപ്പച്ചനില് ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. ആദാം ഇത് കഴിച്ചു. മകൻ എന്ന പദവിയുടെ ആദ്യത്തെ അതോറിറ്റി, ഹലോ, ആദ്യത്തെ ദൈവിക കൃപ എന്ന് പറയുന്ന, ആഴമേറിയ ദൈവിക ഗിഫ്റ്റ് എന്ന് പറയുന്ന തേജസ് നഷ്ടപ്പെട്ടു. ആദാം പറഞ്ഞ പദം, കർത്താവേ ഞാൻ കഴിച്ചു, പക്ഷെ ചെയ്തത് നീ തന്നവള. പ്രിയരെ, കൃപ നഷ്ടപ്പെടുത്തിയിട്ട് അന്ന് സൂസമ്മ എന്നോട് പറഞ്ഞത് കൊണ്ടാ പാസ്റ്റേ ഞാൻ വീണതെന്ന് പറഞ്ഞാൽ ഞാൻ പറയും, സഹോദരി ഭാരപ്പെടണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ പോയിട്ട് കർത്താവിന്റെ തേജസ്സിന്റെ മുൻപിൽ പോയിട്ട്, അയ്യോ കർത്താവേ, ഇന്നവരാണ് എന്റെ വീഴ്ചയ്ക്ക് കാരണമെന്ന് പറഞ്ഞാൽ ആദാമിനോട് പറയും, ആദാം, കാരണം എനിക്കറിയണ്ട, നീ വീണോ ഇല്ലയോ, ഗെറ്റ് ഔട്ട്. എന്റെ ഏതേൻ തോട്ടത്തുനിന്ന് നീ പുറത്തു പോ. മക്കളെ, ആര് വീഴ്ത്തി എന്നല്ല വിഷയം, നീ വീണോ എന്നതാണ് വിഷയം. നിന്റെ കൂടെ പഠിക്കുന്ന പാസ്റ്റർമോൻ ഇങ്ങനെ ആയതുകൊണ്ട് നീ വീണോ എന്നല്ല വിഷയം. ഹലോ, പലരും പറയും എന്റെ കൂടെ പഠിക്കുന്ന ഇന്നാള് ഇന്ന പള്ളിയിൽ ഇന്നടുത്ത് പോയി, അവരിങ്ങനെയൊക്കെ. അങ്ങല്ല വിഷയം, നീ വീണോ എന്ന വിഷയം. നീ വീണോ, മകൻ എന്ന പദവിയിൽ നിന്ന് പുറത്താണ്. ഇന്ന് പകൽ മകന്റെ ഒന്നാമത്തെ ക്വാളിറ്റി, അവനിൽ തേജസ്സുണ്ട്. ഈ തലമുറയിൽ തേജസ് വഹിക്കാൻ വിളിച്ചവരാണ് നാം. മകന്റെ രണ്ടാമത്തെ ക്വാളിറ്റി, വചനം പറയുന്നു, മകന്റെ നാവിൽ അധികാരമുണ്ട്.
ദൈവ സകല വൃക്ഷങ്ങൾ ലതാദികളെയും അവൻ സകല ഇടജന്തുക്കളെയും അവൻ സകല മൃഗങ്ങളെയും സൃഷ്ടിച്ചിട്ട് ആദാമിനോട് പറഞ്ഞു, ആദാമേ, ഞാൻ പേരിടാനല്ല പറഞ്ഞേ, നീ പേരിടണം. എന്ത് ചെയ്യണം? നീ പേരിടണം എന്ന് പറഞ്ഞാൽ നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകനാണ്. എൻ്റെ മകൻ, അവൻ്റെ നാവിൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. ആരുടെ മകൻ? ദൈവത്തിൻ്റെ മകൻ. ആര്? ആദാം. ആരാ ദൈവം? ഒറ്റ വാക്കിനാൽ സകലത്തെയും ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയവൻ. അലോ, ഇരുളിനെയും പകലിനെയും വേർതിരിച്ചവൻ, കടലിനെയും കരയും വേർതിരിച്ചവൻ. കഴിഞ്ഞ ദിവസം നാസയുടെ ഒരു റിപ്പോർട്ട് ഞാൻ വായിച്ചപ്പോൾ പറയുന്നു, ഇതുപോലെയുള്ള 100 കണക്കിന് ഭൂമികൾ ഈ ഗാലക്സിയിലുണ്ടെന്ന്. മനുഷ്യവാസമായ 100 കണക്കിന് ഗ്രഹങ്ങൾ ഇന്നും ഈ ഗാലക്സിയിലുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ പൊട്ട മനുഷ്യ, നിനക്ക് ബുദ്ധി കളക്കാൻ കഴിയാത്ത സൗഗ്രഗ്രഹത്തെ സൃഷ്ടിച്ചവനാണ് എൻ്റെ ദൈവമെങ്കിൽ അവന്റെ മകനാകാ വിളിക്കപ്പെട്ടവരാണ് നാം. ഈ ചെറിയ തലയ്ക്കകത്തെ, ഹലോ, ഈ ചെറിയ തലയ്ക്കകത്തെ ഇരിക്കുന്ന നെർവുണ്ടല്ലോ, നെർവ്, ഞരമ്പ്, പടഞ്ഞിരിക്കുന്ന നെർവ്, അതിനെ നിന്നെ കിടത്തിയിട്ട് ആ ഞരമ്പ് വലിച്ചൊന്ന് നൂത്താൽ ഇവിടെ നിന്ന് ഏകദേശം തച്ചോട്ട് അവനെക്കാളും ദൂരം വരും. ഹലോ, ഈ പൊട്ട തലയ്ക്കകത്തിരിക്കുന്ന ഇത്രയും വലിയ നീളമുള്ള നെർവിനെ എൻ്റെ ദൈവം ഈ തലയ്ക്കകത്ത് ഫിറ്റ് ചെയ്യാൻ കഴിയുന്നവനാണെങ്കിൽ, ഹല്ലേലൂയ, ജനിച്ച ആ നാൾ മുതൽ ഇടിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഹാർട്ട് ഒരു നിമിഷം സ്റ്റക്കായാൽ ഡോക്ടർ പറയും കാർഡിയാക് അറസ്റ്റ്. നാളെ നിന്റെ ശവോടക്കിന് പാസുമാ സമയാമൃതം പാടും. ജനിച്ച് അന്നു മുതൽ ഇന്നു വരെ നിലയ്ക്കാതെ ഇടയ്ക്കുന്ന ഹാർട്ടുണ്ടല്ലോ, അതിൻ്റെ സൃഷ്ടിയുടെ പുറകിലൊരു കരമുണ്ടെങ്കിൽ ഇന്നും തലകുത്തി നിന്നിട്ടും വൈദ്യശാസ്ത്രത്തിന് മനസ്സേതെന്ന് നിന്റെ മനസ്സെവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ദൈവത്തിന്റെ മകനായി വിളിച്ചവരാണെന്നോ അവന്റെ മാവിനകത്ത് ദൈവം കൊടുത്തൊരധികാരമുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് കഴിഞ്ഞ ദിവസം ക്യാൻസറിന്റെ 3 സ്റ്റേജ് ആയ ഒരു വ്യക്തി എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ആമേ ദൈവസന്നിധി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ MRI എടുത്തപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ, എന്നിൽ ക്യാൻസറിന്റെ സെല്ലുകളില്ല. എന്നോട് ചോദിച്ചു, പാസ്റ്റർ, നിങ്ങൾക്ക് രോഗശാന്തിയുടെ വരമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് വരമില്ല, പക്ഷെ ഞാൻ ദൈവത്തിന്റെ മകനാണ്. എന്റെ മാവിൽ ഒരു അധികാരമുണ്ട്. എന്റെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തിയവനാണെങ്കിൽ അവന്റെ മക്കളായ ഞങ്ങൾ പറഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഞങ്ങൾ പറഞ്ഞു മരിച്ചവരെ മേൽക്കും. ഞങ്ങൾ പറഞ്ഞു ഇന്നും അത്ഭുതങ്ങൾ നടക്കും.
കാരണം ഞങ്ങളുടെ മേൽ ഒരധികാരമുണ്ട്. We have an authority. സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർ കരമുയർത്തിയാട്ടെ. കരമുയർത്തിയിട്ട് പറ, എൻ്റെ നാവിൻ്റെ മേലൊരധികാരമുണ്ട്. എൻ്റെ നാവിൻ്റെ മേലധികാരമുണ്ട്. കാരണം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മകനാണ്. അയ്യോ, നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഞാൻ പറഞ്ഞാൽ പലതും സംഭവിക്കുമോ? എൻ്റെ ഈ പൊട്ട ബുദ്ധി കൊണ്ട് വിദ്യാഭ്യാസമില്ലാത്ത എനിക്ക് പറഞ്ഞ വല്ലതും നടക്കോ? എടാ, നീ ദൈവത്തിൻ്റെ മകനാണെങ്കിൽ അത് നടന്നേ പറ്റത്തുള്ളൂ. അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. പഴയ നിയമത്തിലെ മകനല്ല ദാസൻ യോശുവ ഒരു താഴ്വരയിൽ നിന്നിട്ട് തച്ചിന് യുദ്ധം ചെയ്യുക, തകർത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നപ്പോ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി, ചന്ദ്രൻ ഉദിച്ചു തുടങ്ങി. യുദ്ധം തോക്കുമെന്ന് മനസ്സിലായി. സൂര്യനും ചന്ദ്രനും വെളിച്ചം നൽകിയില്ലെങ്കിൽ, പകൽ വെളിപ്പെട്ടില്ലെങ്കിൽ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ തോക്കുമെന്ന് മനസ്സിലായപ്പോ യോശുവ ഒറ്റ നിൽപ്പങ്ങ് നിന്നു. എന്നിട്ട് മകനല്ല കേട്ടോ, ദാസൻ അവിടെ നിന്നിട്ട് ഒറ്റ കൽപ്പന, സൂര്യാമികയോളം ചന്ദ്രാമി അയ്യാരോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞപ്പോ കാലത്തിന്റെ കടികാരം ഒന്ന് സ്റ്റക്കായെങ്കിൽ, ദാസൻ പറഞ്ഞപ്പോ സൂര്യനും ചന്ദ്രനും അനുസരിച്ചെങ്കിൽ, ദൈവത്തിന്റെ മക്കൾ പറഞ്ഞാൽ, മക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആത്മാവിൽ കൽപ്പിക്കാം. വലിയൊരു ദൈവശക്തി ഇറങ്ങുകയാണ്. വലിയൊരു അധികാരത്തിന്റെ കൈമാറ്റം ഇറങ്ങുകയാണ്. ഇതുവരെ നീ പ്രാർത്ഥിച്ചിട്ടൊന്നും വിടുതൽ പ്രാപിച്ചു കാണില്ല. പക്ഷെ ഈ പകൽ നിന്റെ ചരിത്രം മാറുന്നു. നിന്റെ സഭയുടെ ലെവല് മാറുന്നു. നിന്റെ ശുശ്രൂഷയുടെ പരിധി മാറുമോ? പ്രാപിക്കാമെങ്കിൽ പ്രാപിക്ക. നിന്റെ നാവ് കൊണ്ട് പറയുമ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടും. Rimanada Vechavera, Rimanada Rachavera, Chareda Rachavara, Rimanada. ഒരു ദാസൻ പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും നിന്നെങ്കിൽ ഇന്ന് പകൽക്കാല കടികാരങ്ങളെ നിയന്ത്രിക്കാൻ തന്റെ ഇടമുള്ള അഭിഷിക്തന്മാർ ഇന്ന് പകൽ എഴുന്നേറ്റു വരട്ടെ. രാജ്യങ്ങളെ നിയന്ത്രിക്ക, പട്ടണങ്ങളെ നിയന്ത്രിക്ക, അധികാരം പ്രാപിച്ച ചുമ്മാ പറയുമല്ല. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ദൂത് നിങ്ങളെ പോലെ ഈ തലമുറയിൽ ഞാൻ ഏറ്റെടുക്കുകയാണ്. 5 വൻകരകളിലോ കർത്താവിന്റെ സ്ഥാനാപതിയായി മാറാ, കർത്താവിന്റെ മകനായി വിൽപ്പാൻ. അർത്ഥമാന ധൂരചാര വേരധാര അർത്ഥമാന ധൂരധാര വേഗരാധ. മരണത്തിന് പിടിക്കാൻ കഴിയാത്ത, പാപത്തിന് തൊടാൻ കഴിയാത്ത, അഭിഷേകം വഹിക്കും അധികാരമുള്ള, പ്രകൃതിയോടും ജനസമൂഹങ്ങളോട് കൽപ്പിക്കാൻ അധികാരമുള്ള ദൈവമക്കൾ ഉടലെടുക്കട്ടെ. ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ച ഒരു പനി പോലും മാറില്ലായിരുന്നിരിക്കുക. പക്ഷെ ഈ വെളിപ്പാടിൽ നീ കയറി പ്രാർത്ഥിച്ച
ഇന്ന് പകൽ പ്രകൃതി പോലെ നിന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന സയൻസിന്, ലോകത്തിന് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത അത്ഭുതം കൊണ്ടുവരുന്ന അതിശയങ്ങളെ പ്രവർത്തിക്കുമോ ദൈവമക്കളെ എഴുന്നേൽക്കട്ടെ. ഞങ്ങൾ മക്കളാണ്, ഞങ്ങൾ മക്കളാണ്. ദാസൻ പറഞ്ഞപ്പോൾ സൂര്യന് ചന്ദ്രനും നിന്നെങ്കിൽ ഈ തലമുറയിൽ അങ്ങയുടെ മക്കളായി നിന്നുകൊണ്ട് ഭാരതത്തിന്റെ 5 വൻകരകളെ, ലോകത്തിന്റെ 5 വൻകരകളെയും ഭാരതത്തിന്റെ 29 സ്റ്റേറ്റുകളെയും പിടിക്കാൻ തന്റെ ഇടമുള്ള അഭിഷിക്തന്മാർ ഇതിനകത്തുനിന്ന് എഴുന്നേറ്റു വരട്ടെ. അതിനുവേണ്ടിയുള്ള മുഖാന്തരങ്ങൾ എഴുന്നേറ്റു വരട്ടെ. ഞങ്ങൾ ഇന്നു പകൽ കൽപ്പിക്കുകയാണ്, ഈ ജൂൺ 23, 2024 ഞങ്ങൾ ആത്മാവിൽ കൽപ്പിക്കുകയാണ്. മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുക. 29 സ്റ്റേറ്റുകളിലും ആലയം തുടങ്ങാൻ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ഫ്ലറിഷാകാൻ. ദൈവ സ്നേഹമറിയാത്ത ഓരോ മുക്കിലും മൂലയിലും അങ്ങയുടെ വരവിനു മുമ്പ് സാക്ഷികളാകാൻ ആവശ്യമായവർ ഞങ്ങൾ ഇന്നു പകൽ വിളിച്ചു വരുത്തുകയാണ്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നിന്റെ നാവിന്റെ മേലൊരു അധികാരമുണ്ട്. എടാ, യോശുവ ചുമ്മാ പറഞ്ഞതല്ല. യോശുവ അധികാരത്തോടെ പറഞ്ഞപ്പോൾ അതങ്ങനെ നിന്നു. സയൻസ് പറയുന്നു എവിടെയൊക്കെ ഭൂമി ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. ഹലോ, സമയം എവിടെയൊക്കെ ഒന്ന് സ്റ്റക്കായിട്ടുണ്ട്. അതിന് തെളിവ് ബൈബിൾ പറയുന്നു. യോശുവ എന്നൊരു ഭക്തൻ ഒന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ നിന്നതാ. സമയത്തിന് ചലിക്കാൻ കഴിഞ്ഞില്ല, കാലഘട്ടത്തിന് ചലിക്കാൻ കഴിഞ്ഞില്ല. ഇന്നു പകൽക്കാലം ദൈവവചനത്തെ പൊട്ടനെ പോലെ വിശ്വസിച്ചാൽ ഈ തലമുറയിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. എന്തിനു വേണ്ടി? കട്ടൗട്ടിൽ പോസ്റ്റ് വരാനല്ല, മാറാനാഥയ്ക്ക് 5 ഏക്കർ കിട്ടാനല്ല, ആയിരങ്ങളെ ക്രിസ്തുവിലാനയിക്കാം. അത്ഭുതം വേണോ? വേണം പ്രിയരേ. ഈ തലമുറയിലും മരിച്ചവർ എഴുന്നേൽക്കണം. ഈ തലമുറയിൽ രോഗികൾ സൗഖ്യമാകണം. ഈ തലമുറയിലും മുടന്തരെ എഴുന്നേൽപ്പിക്കണം. ഒന്നാഗ്രഹമുണ്ടോ? തട്ടിപ്പോകുന്നതിന് മുമ്പ് എന്റെ മാവിലെ പ്രാർത്ഥന കൊണ്ട് ഒരുവനെങ്കിലും നിത്യതയുടെ വാതിലേക്ക് കടന്നാൽ ഇന്ന് പകൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് മാത്രമല്ല, നിന്റെ തലയിൽ വയ്ക്കുന്ന കിരീടത്തിൽ മുത്തുകളുടെ എണ്ണം കൂടോ, മുത്തുകളുടെ എണ്ണം കൂടോ. ഉറങ്ങുന്നവനല്ല, മയങ്ങുന്നവനല്ല, പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നവനല്ല, അനേകർ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവന്റെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തെ ക്വാളിറ്റി തേജസ്, രണ്ടാമത്തെ ക്വാളിറ്റി അധികാരം, മൂന്നാമത്തെ ക്വാളിറ്റി ദൈവിക കരുതൽ. മക്കളാണോ? ദൈവിക കരുതലുണ്ട്.
ദൈവിക കരുതലുണ്ട്. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഏദേനെ സൃഷ്ടിച്ചു. ഭൂമിയെ സൃഷ്ടിച്ചപ്പോഴല്ല ഏദേനെ സൃഷ്ടിച്ചത്. ഭൂമിയുടെ സൃഷ്ടിപ്പ് കഴിഞ്ഞിട്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഏദേൻ തോട്ടം സൃഷ്ടിച്ചു. അർത്ഥമെന്ത്? എൻ്റെ മകൻ വേണ്ടുന്നുള്ളതെല്ലാം അവൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ അവന് വേണ്ടി സൃഷ്ടിച്ചു. സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് നിങ്ങൾ വേദനിക്കുന്ന വിഷയത്തിന്റെ മറുപടി നീ ജനിക്കുന്നതിന് മുമ്പ് ദൈവം സൃഷ്ടിച്ചു. നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ വേദനയുടെ മറുപടി നിങ്ങൾ ചോദിച്ചില്ലേ പാസ്റ്റർ, ഈ വിഷയത്തിന് ആർക്കെങ്കിലും ഉത്തരവുണ്ടോ? ഉണ്ട് കുഞ്ഞേ. നീ ആലയത്തിൽ കയറി വന്നപ്പോ എന്റെ വിഷയത്തിന് മറുപടി ഉണ്ടോ? ഉണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് ഒരുവൻ ഉത്തരം കണ്ടുവച്ചിട്ടുണ്ട്. വിശ്വസിക്കാമോ? ഈ ലോകത്ത് ജീവിക്കാനുള്ളതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ആകുലതകളില്ല. ഞങ്ങൾക്ക് പ്രതികൂലത്തെ നോക്കി ഭാരമില്ല. ഞാനെപ്പോഴും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നവരോട് പറയും, മക്കളെ, ഈ വേല കഷ്ടത നിറഞ്ഞതാണ്, ഈ വേല പ്രതിസന്ധി നിറഞ്ഞതാണ്. എന്നും പേഴ്സ് കനത്തിലിരിക്കുമെന്ന് നീ കരുതരുത്. എന്നും കഴിക്കാൻ ആഹാരം കാണുമെന്ന് നീ കരുതരുത്. പലപ്പോഴും മാറി ഉടുക്കാൻ വസ്ത്രം പോലും കാണില്ല. പക്ഷെ ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം കരുതും. എൻ്റെ ദൈവം കരുതും. ആരുടെ മുൻപിലും അപമാനപാത്രമാകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആരുടെ മുൻപിലും നിന്റെ കരം നീട്ടോ, എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആരോടും കൈ നീട്ടി ചോദിക്കോ, എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം യഹോവ ജയരേ, ഹി ഈസ് മൈ പ്രൊവൈഡർ. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ വീടിന്റെ ബേസ്മെന്റ് ഇടാൻ മാത്രം പൈസ കൊണ്ട് ഞാൻ വീട് പണി തുടങ്ങിയതാ. പക്ഷേ ഇത്ര ലക്ഷം രൂപ മുടക്കി ആ വീട് പണിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹല്ലേലൂയ. എത്രയോ പാസ്റ്റർമാർ ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട പെമ്മക്കളെ കെട്ടിക്കാൻ കഴിയാതെ ഒരിറ്റു പൈസ ഇല്ലാതെ വിധിപ്പിയവരുണ്ട്. അവർക്കുറപ്പുണ്ട്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ കരുതിയൊരു ദൈവമുണ്ട്. എനിക്ക് എത്ര പേരെ അറിയാം വിവാഹം ഉറപ്പിച്ചിട്ട് ഒരു പൈസ പോലും ഇല്ലാതെ കരഞ്ഞവരുണ്ട്. എൻ്റെ ദൈവം അതിശയകരമായവരെയൊക്കെ നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം പട്ടണത്തിൽ ഞാൻ ഹോൾ എടുക്കുമ്പോ എന്നോടെല്ലാം ഒത്തിരി പേര് ചോദിച്ചു, എങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മുഖം നോക്കിയല്ലേ ഇറങ്ങിയത്. എനിക്കിന്നും ഉറപ്പുണ്ട്, അതിന്റെ റെന്റ് എന്ന് കരുതി ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഈ ആലയത്തിൽ നിന്ന് 1000 രൂപ തന്നെ. അതിനുശേഷം ഒരു വ്യക്തി പോലും തന്നിട്ടില്ല. എന്നോട് പല ശൂന്യതകൾ അനുഭവിക്കുമ്പോൾ ദൈവദാസന്മാർ ചോദിക്കാറുണ്ട്, പാസ്റ്റർ നടക്കുന്നുണ്ടോ? ഞാൻ പറയാറുണ്ട്, അത് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ അതിന് കൊടുക്കാനുള്ള നന്മ എനിക്ക് വരില്ലായിരുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹലോ. ഒരു വ്യക്തിയല്ല, ഒരു കാക്ക വരും പോകും, ഒരു സാറാപത്ത് വരും പോകും. ദൈവത്തിന്റെ കരുതെന്നും എന്നേക്കുമുള്ളതാണ്. ഞാനിത് പറഞ്ഞത് നിന്റെ വിശ്വാസത്താൽ ഉറപ്പിക്കാനാ. നീ സ്റ്റെപ്പ് വച്ചോ, എൻ്റെ ദൈവം പൂർത്തീകരിക്കും. നീ പണിതോ, എൻ്റെ ദൈവം പൂർത്തീകരിക്കും. നീ തുടങ്ങിക്കോ, അവൻ അവസാനിപ്പിക്കും. കാരണം എന്താ? അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. വേഗത്തിലൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മകൻ എന്ന പ്രത്യേകതയിൽ 3-ാമത്തെ കാര്യം, 4-ാമത്തെ കാര്യം, ദൈവവുമായുള്ള കൂട്ടായ്മ.
we need to have a close fellowship with God. ദൈവത്തോടു കൂടെ അഗേദ്യമായൊരു കൂട്ടായ്മ ബന്ധം വേണം. ദൈവത്തോടു കൂടെ കൂട്ടായ്മ ഉണ്ടെങ്കിലേ സഭയിൽ നിനക്ക് കൂട്ടായ്മ കൂടാൻ പറ്റത്തു. ദൈവത്തോടു കൂടെ കൂട്ടായ്മ ഉണ്ടെങ്കിലേ ദൈവത്തിൻ്റെ മകനായി നിൽക്കാൻ കഴിയത്തുള്ളൂ. വചനം പറയുന്നു, ഉഷസ്സാകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ ദൈവം ഏദേനിലേക്ക് ഇറങ്ങി വരും. ഏദേനിലേക്ക് ഇറങ്ങി വരും. എന്തിന്? അവരോട് കൂടെ കൂട്ടായ്മ കൂടാ. പ്രിയരെ, ഒരു സ്നേഹിതൻ അവൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ എൻ്റെ കർത്താവിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ നാളെ എന്താണ്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ ശുശ്രൂഷയുടെ നാളെ എന്താണ്? ഒരിക്കലും ഒരു പ്രവാചകന്റെ മുൻപിൽ വെളിപ്പെട്ടിട്ടില്ലാത്ത മാളകൾ നിന്റെ പ്രാർത്ഥനയുടെ മുൻപിൽ തുറന്നു വരും. വചനം പറയുന്നു, മകനാണോ തേജസ്സുണ്ട്, മകനാണോ അധികാരമുണ്ട്, മകനാണോ കരുതലുണ്ട്, മകനാണോ ദൈവിക കൂട്ടായ്മയുണ്ട്. ഇത് മൂന്നുമുണ്ടായിരുന്നു ആദാമിന്. പക്ഷേ ഇതെല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെട്ടു. എപ്പോൾ? പാപം ചെയ്തപ്പോൾ. ഇന്നു പകൽ ദൈവം തന്ന കൃപ, ദൈവം തന്ന മകൻ എന്ന പദവി ഒറ്റ സെക്കൻഡ് കൊണ്ട് നഷ്ടപ്പെടുത്താം. ഹലോ, ഒറ്റ വാക്കുകൊണ്ട് നഷ്ടപ്പെടുത്താം, ഒറ്റ നോട്ടം കൊണ്ട് നഷ്ടപ്പെടുത്താം. എൻ്റെ പ്രസംഗ ഭാഷയിൽ പറഞ്ഞാൽ ഒറ്റ ആഹാരം കൊണ്ട് നഷ്ടപ്പെടുത്താം. വചനം പറയുന്നു, മകനായിരുന്നവൻ പാപിയായി മാറി, മകനായിരുന്നവൻ ദാസനായി മാറി. ഏദേനിൽ നിന്ന് ആദാം മുഖാന്തരം മാനവകുലത്തെ മുഴുവനും പുറന്തള്ളി. ഹലോ, ഒരു കുടുംബത്തെ തകർക്കാൻ, ഒരു കുടുംബത്തെ കൈവിടാൻ, ഒരു സഭയെ കൈവിടാൻ, ഒരു ദേശത്തെ കൈവിടാൻ ഒരുവന്റെ പാപത്തിനു ശക്തിയുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. നീ ചെയ്യുന്ന പ്രവർത്തിക്ക് നിന്റെ തലമുറകൾക്ക് നാശം വലിച്ചു കിട്ടാൻ ശക്തിയുണ്ട്. നീ ചെയ്യുന്ന പ്രവർത്തിക്ക് എന്തിനേറെ സഭയുടെ വാതിലുകൾ പോലും അടയാൻ ശക്തിയുണ്ട്. ശലോമോനോട് പറഞ്ഞു, ശലോമോനെ, എത്ര മനോഹരമായ ആലയം പണിതാലും നീ എന്റെ വഴി വിട്ടു മാറിയാൽ അതിനെ ഞാൻ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളയും. മനോഹരമായ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി ആലയം ഇടിച്ചെങ്കിൽ പുതുനിയമത്തിന്റെ ആലയമാകുന്ന നമ്മെ ഇടിക്കാൻ ദൈവം മടിക്കുവോ? ദൈവം മടിക്കോ? ദൈവം മടിക്കോ? ഇന്ന് പകൽ മടങ്ങി വാ. ആദാം ദാസനായി മാറി, മകൻ പാപിയായി മാറി. പക്ഷേ മലാക്ക് കടിഞ്ഞു. ആമേൻ. മത്തായി, ലൂക്കാ സുവിശേഷങ്ങൾ തുടങ്ങുമ്പോ ലൂക്കോസിൽ വചനം പറയുന്നു, സ്വർഗത്തിൽ നിന്നും ഒരുവൻ ഇറങ്ങി വന്നു. എന്തിനു വേണ്ടി? മകൻ പാപിയായവൻ ദാസനായ മകനെ തിരിച്ചു മകനാക്കി മാറ്റാൻ. ഹലോ, യേശു എന്തിനു വന്നു? പാപിയായ നിന്നെ നീതിമാനാക്കി മാറ്റാൻ. ഇന്ന് പകൽ ഈ കർത്താവ് വന്നത് രോഗസൗഖ്യം മാത്രം തരാനല്ല. ഹലോ, നിന്നെ സമ്പന്നനാക്കി മാറ്റാൻ മാത്രമല്ല, നിന്റെ പാപത്തുനിന്ന് മാറ്റം തന്ന് നിന്നെ നീതിമാനാക്കി മാറ്റാം. രണ്ടാമത്തെ പുത്രത്വം കാണുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവിൽ. അത് വിളിച്ചു പറഞ്ഞത് ലൂക്കോസ് അല്ല, അത് വിളിച്ചു പറഞ്ഞത് സ്വർഗം തുറന്ന് ദൂതന്മാരാണ്. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ആദാമിൽ നഷ്ടപ്പെട്ട ഒരു പുത്രത്വത്തിന്റെ അതേ ശബ്ദം യോർദാന്റെ കരയിൽ വിളിച്ചു പറഞ്ഞു, He is my beloved son, ഇവൻ എന്റെ പ്രിയപുത്രൻ.
ഹലോ, രണ്ടാമത്തെ പുത്രത്വം വെളിപ്പെട്ടത് ആദ്യത്തെ പുത്രൻ മുഖാന്തരം പാപിയായ നമ്മെ ഒടുക്കത്തെ ആദാമായ ക്രിസ്തുവിൽ നമ്മെ നീതിമാനാക്കി മാറ്റാൻ മൂന്നാമത്തെ ഒരു പുത്രത്വമുണ്ട്. അതാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ നന്മ. എന്ത്? തന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും, അയ്യോ അറിഞ്ഞൂടെന്ന് തോന്നുന്നു, ദൈവമക്കളായ ആരും ഇല്ല ഇതിനകത്ത്. തന്റെ പുത്രനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആയിട്ടില്ലെന്നാ തോന്നുന്നേ, നിങ്ങളാകണ്ട. ആയവരുണ്ടെങ്കിൽ വിളിച്ചു പറ, ദൈവമക്കളാകാ അവൻ അധികാരം കൊടുത്തു. ദൈവമക്കളുള്ളവരായവ ഇന്ന് പകലുണ്ടായി കരമുയർത്തി സ്തുതിക്ക. പലർക്കും ഡൗട്ടാ, ഞാൻ ദൈവമക്കൾ ആ കയ്യിരിപ്പ് അതേപോലെയല്ലേ കാണിച്ചിട്ട് വന്നിരിക്കുന്നേ. ഞങ്ങൾക്ക് നല്ല ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതും പ്രസംഗിച്ചേ. ഹലോ ഹലോ, ദൈവമക്കളാകണോ? അവനിൽ വിശ്വസിക്കണം, അവനിൽ വിശ്വസിക്കണം. പള്ളി വന്നിട്ട് കാര്യമില്ല, പള്ളി വന്നിട്ട് കാര്യമില്ല, കൈയടിച്ചിട്ട് കാര്യമില്ല. അവനിൽ വിശ്വസിക്കണം. അവന്റെ രക്തത്താൽ നിങ്ങളുടെ പാപക്കറ മുഴുവന് കഴുകി ശുദ്ധീകരിക്കണം. അവൻ കഴുകി ശുദ്ധീകരിക്കുക മാത്രമല്ല, നീ വിശ്വസിച്ച കർത്താവിനെ രക്ഷിതാവായി നീ പൊതുവിൽ സ്നാനജലത്തിലിറങ്ങി അവനെ സാക്ഷിക്കണം. അങ്ങനെയുള്ളവനെ നോക്കി ദൈവം പറയൂ, He is my beloved son. പക്ഷേ ദൈവമക്കളായാലുള്ള പ്രത്യേകത എന്താ? ദൈവമക്കളായാലുള്ള പ്രത്യേകത എന്താ? ഒറ്റ വാക്കി പറയാം. ആദാമിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്സില്ലേ? ആദാമിൽ നഷ്ടപ്പെട്ടു പോയ അധികാരമില്ലേ? ആദാമിൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മയില്ലേ? ആദാമിൽ നഷ്ടപ്പെട്ടു പോയ കരുതലില്ലേ? ഇതെല്ലാം നിന്നിലേക്ക് മടങ്ങി വരും, മിന്നിലേക്ക് മടങ്ങി വരും. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഈ ലോകത്തിൽ വെച്ച് എല്ലാം മടങ്ങി വരുമോ? ഈ ലോകത്തിൽ വെച്ച് നിനക്ക് ഈ ലോകത്തിൽ ആവശ്യമായതെല്ലാം മടങ്ങി വരും. പക്ഷെ പൂർണ്ണമായ ഒരു റിസ്റ്റോറേഷൻ ഈ ഭൂമിയിൽ വച്ചല്ല. ഒന്ന് നോക്കിയേ, ഈ ഭൂമി വച്ചല്ല. ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവം ഏദേനെ സൃഷ്ടിച്ചോ? ഏദേനെ സൃഷ്ടിച്ചോ? പുതു നിയമസഭ സൃഷ്ടിക്കപ്പെട്ടത് മാളിക മുറിയിലാണ്. മാളിക മുറിയിലാണ്. ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പ് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ പോകുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ എന്റെ കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ വാസസ്ഥലം ഒരുക്കാൻ പോകുന്നു. ഏതേനെ പോലൊരു തോട്ടം എന്റെ ദൈവം ഒരുക്കാൻ അവൻ പോയിരിക്കുകയാണ്. ഹലോ, ആദാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏതേൻ ഒരുക്കിയതുപോലെ, ഏതേനെ ഒരുക്കിയിട്ട് ആദാമിനെ സൃഷ്ടിച്ചതുപോലെ ഇന്ന് പകൽ പുതു നിയമ മക്കളെ നമുക്ക് വേണ്ടി ഒരു തോട്ടമൊരുപ്പോ എന്നെ അരുമനാഥൻ പോയിരിക്കുകയാണ്. ഹലോ, ആ തോട്ടത്തിന്റെ പണി തീർന്നാൽ പുതു നിയമത്തിലാ പറ്റാമേ തോട്ടത്തെ പറ്റി പറയുന്നത് പുത്തനാം യെരൂശലേം എന്ന വിശുദ്ധ നഗരം അത് പണിതുകൊണ്ടിരിക്കുകയാണ്. ആ പണി പൂർത്തീകരിച്ചാൽ ദൈവത്തിന്റെ, ഹലോ, പലരും പ്രസംഗിക്കാറുണ്ട് ദൈവ മക്കളെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് യേശു വന്നതെന്ന്. യേശു സ്വർഗത്തിൽ കൊണ്ടുപോകാനെന്നല്ല വന്നേ. യേശു ഇവിടെ വന്നത് ആദാമിൽ നഷ്ടപ്പെട്ടു പോയ മകൻ എന്ന പദവി തിരിച്ചു തരാനാ. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ പിന്നെ സ്വർഗരാജ്യം ആർക്കാ? എടാ, അപ്പന്റെ അവകാശം പിന്നെ ആർക്കാ? മക്കൾക്കാ. സ്വർഗരാജ്യം ദൈവത്തിന്റെ ഇൻഹെറിറ്റൻസ് ആണ്. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാണ്. മക്കൾക്കുള്ള അവകാശമാണ് സ്വർഗരാജ്യം. ഹലോ, ബാലാകോല നടന്നിട്ട്
കല്യാണത്തിന് വേണ്ടി ഇന്നാളാരോ പറയുന്നതായിട്ട് പാസ്റ്ററെ കല്യാണം വേണം, അതുകൊണ്ടൊന്ന് മുക്കാമോ? ഹലോ ഹലോ, കല്യാണം നടക്കണമെന്ന് ഇവനെ കല്യാണത്തിന് അന്നും കാണൂല. ഹലോ, ഈവന്റെ പുസ്തകത്തിലും കാണൂല. ഹലോ, ആ മുക്ക് പരിപാടിയൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? പണങ്ങരുത. ആമേ. എല്ലാരും പാസ് റിയാസ് നോക്കുക. പാസ് ഇത് തന്നെ റിയാസ്. ഹലോ, നിങ്ങൾ എന്റെ വല്ല ഡൗട്ടുണ്ടോ? മാസ്ക് വെച്ചിരിക്കുന്ന വയ്യായ്മ ഉണ്ടാ? ഹലോ, ഒരു ഡൗട്ടും വേണ്ട. ഇത് തന്നെയാണ് റിയാക്ഷൻ. ആമേ. ഹല്ലേലൂയ. ആമേ. ഇവിടെ കാണിക്കുന്ന പരിപാടി കൊണ്ടൊന്നും മക്കളാകാൻ കഴിയില്ല. വിശുദ്ധിയോടെ നിന്നോ. എന്റെ കർത്താവ് തോട്ടമൊരുക്കിയ മക്കളെ ചേർക്കാൻ വരും. തോട്ടമൊരുക്കിയ മക്കളെ ചേർക്കാൻ കഴിയൂ. പുത്തനാം യെരൂശലേമിന്റെ പണി തീർത്തോ അവൻ വാനമേഘങ്ങളെ താണ്ടി അവൻ ഇറങ്ങി വരും. അന്ന് ഈ ശരീരമൊക്കെ അങ്ങ് മാറും. അന്ന് ഈ ശരീരമൊക്കെ അങ്ങ് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരോ മുകളിൽ പോവാൻ അമേ എത്രയോ കോടി രൂപ മുടക്കിയിട്ടിരിക്കുക. അമേ, മുകളിൽ പോവാൻ, ചന്ദ്രനിൽ പോകാൻ എത്രയോ കോടി മുടക്കിയിട്ടിരിക്കുക. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അവരെന്ന് ചന്ദ്രനിൽ പോകുക ആദ്യത്തെ യാത്രയില്. ആമേ, ഇന്ന് പകൽ 1 കോടി രൂപയുടെ മുടക്കും, 5 നയാ പൈസയുടെ മുടക്കില്ല. നീ മരിച്ച് കല്ലറയിൽ കിടന്ന് നിന്റെ അസ്ഥികൾ ദ്രവിച്ചു പോയാലും, ഹലോ, മകനാണോ കല്ലറകളെ ഭേദിച്ചുയരും. ഉയരും. ഈ ശരീരമല്ല, വിൺമയമായ ശരീരം തരും. വിൺമയമായ ശരീരം തരും. ആദാമിൽ നഷ്ടപ്പെട്ടു പോയ കൂട്ടായ്മ അവിടെ ഉണ്ടാകും. എന്താ കൂട്ടായ്മയുടെ പ്രത്യേകത? അവിടെ സൂര്യനില്ല, അവിടെ ചന്ദ്രനില്ല. കാരണം 1000 സൂര്യനെ വെല്ലുന്ന നീതി സൂര്യനായ അവിടെ ഉദിക്കും. ആമേ. അവിടെ അധികാരമുണ്ട്. അവിടെ അധികാരമുണ്ട്. ഈ ഭൂമിയിൽ 1000 ആണ്ട് വാഴുമ്പോൾ എന്റെ ദൈവം നിനക്ക് അധികാരത്തെ തരും. ഹലോ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? അധികാരത്തെ തരും. ഇരിക്കുന്ന ഇരിപ്പിന് വല്ല പഞ്ചായത്ത് വല്ലതും കിട്ടിയ ഭാഗ്യം. ഹലോ, പഞ്ചായത്ത് വല്ലോ കിട്ടിയ ഭാഗ്യം. 3 സ്വർഗത്തോളം പോയ പൗലൂസ് 14 ലേഖനങ്ങൾ എഴുതിയവൻ. ആമൻ. 3-ലധികം മിഷണറി യാത്ര ചെയ്തവൻ. തന്റെ ശരീരത്തെ പോലും കണക്കാക്കാതെ ദൈവവേല ചെയ്തവൻ. 2 ഭൂഖണ്ഡങ്ങളിൽ സുവിശേഷം അറിയിച്ചവൻ. അവരൊക്കെ എന്റെ ഭാഷയിൽ പറഞ്ഞ നല്ല 3-4 കോണ്ടിനെന്റ് ആയിരിക്കും ഭരിക്കുന്നേ. ഹലോ, ഇന്ന് പകൽ ദൈവവേല വിശ്വസ്തയോടെ ചെയ്താൽ അവരെ പോലെ ക്രിസ്തുവിനോടുകൂടെ വാഴാം. എന്തിനു വേണ്ടി? ഈ ലോകത്തിലെ നന്മയേക്കാൾ സ്വർഗീയമായത് ദൈവം തരാൻ ആഗ്രഹിക്കുകയാണ്. കൺകളെ മൂടാമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ? വേഗത്തിൽ കർത്താവിനോട് പറ, ആരുമറിയാത്ത ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പാപങ്ങൾ, ഒത്തിരി അകൃത്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഇന്നലകളിൽ വന്നു കാണും. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചേ. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. ഇരുകരങ്ങളും മാറോടൊന്ന് ചേർത്ത് പിടിച്ചാട്ടെ. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ദൈവത്തോടൊന്ന് പ്രാർത്ഥിര. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താമോ?
പ്രിയരേ, നിങ്ങൾക്ക് ഈ പ്രസംഗം ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും രക്ഷ വ്യക്തിപരമാണ്. ഈ ജീവിതത്തിൽ നാം ജീവിച്ച് മരിച്ചിട്ട് കാര്യമില്ല. ഈ തലമുറയിൽ ദൈവത്തിന്റെ മകനായി മരിച്ചാൽ ഈ ജീവിതം കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ട്? ഒരുപക്ഷെ നാളെ നമുക്കുള്ളതല്ല. നാളത്തെ പകൽ നമുക്കുള്ളതല്ല. ഒരു വാക്ക് മാത്രം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ, അപ്പാ എന്നെ ഒന്ന് കഴുകണേ. നീ മകനായെന്ന് മടങ്ങി വന്നാൽ നിന്റെ ജീവിതം അവർണ്ണനീയമായി മാറും. നീ മടങ്ങി വന്നാൽ നിന്റെ തലമുറ മടങ്ങി വരും. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശമനധരകൾ ഖമാന ദുരദലഘടക ഥേരകൾ ഖമാ ശഖീനദലകൾ ഖമാ. ചില കണ്ണുകൾ ഇതിനകത്ത് നിറയട്ടെ. മക്കളെ പ്രാർത്ഥിര. ഈ തലമുറയിൽ നിങ്ങളെ ദൈവത്തിന് ആവശ്യമാണ്. ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. കയ്യടി കൊണ്ടൊന്നും നേടാൻ കഴിയില്ല. നിന്റെ ഒരു സമർപ്പണം നിന്റെ ജീവനെ പാതാളത്തുനിന്ന് നിത്യതയോളം എത്തിക്കുന്നതാണ്. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഒരു വാക്ക് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക. ക്രൂശിന്മേൽ കാണുന്ന ആരിതാ, ക്രൂശിന്മേൽ കാണുന്ന ആരിതാ, പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പ്രാണനാഥൻ എൻ പേർക്കാകുന്നു. പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ? ദൈവത്തിൽ പൈതലാ ജീവിക്കും ഞാനിനി. ദൈവത്തിൽ പൈതലാ ജീവിക്കും ഞാനിനി. ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ. ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ പാപത്തെ
ഇത്രമാ സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാനോട് പറപ്പാ സ്നേഹത്തെ ജീവിതത്തിൽ എത്ര നാൾ തള്ളി ഈ മഹാ പാപത്തെ ദൈവമേ ഓർക്കല്ലേ. ഈ മഹാ ഓ ദൈവമേ ഓർക്കല്ലേ. നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയും നമ്മൾ ദൈവത്തെ അറിഞ്ഞ ആളുകളിലുള്ള ദൈവസ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഉണ്ടോ ഒന്ന് പരിശോധിക്കാമോ? ഒരു നിമിഷം ഒന്ന് പരിശോധിക്കാമോ? കേവലം ചില മിനിറ്റുകൾ മാത്രം. ഒരു പ്രസംഗം കേൾക്കുന്ന ലാഘവത്തോടെ നിങ്ങൾ പോകരുത്. നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ അനേക സൈൻ ബോർഡുകളുണ്ട്. ഇതെല്ലാം അപകടത്തെ സൂചിപ്പിക്കുന്നതാണ്. ആ സൈൻ ബോർഡിനെ നാം ഗണ്യമാക്കാതെ പോയാൽ നമ്മുടെ വാഹനം തകരും, നമ്മുടെ ജീവൻ തകരും. അതുപോലെ ഇന്ന് കേട്ട വചനത്തെ ഗണ്യമാക്കാതെ നാം പോകരുത്. ദൈവത്തിന്റെ മകനായി മാറാൻ വിളിക്കപ്പെട്ടവരാണ്. മാറോടൊന്ന് കരം ചേർത്ത് പിടിച്ചാട്ടെ. ഇച്ഛിക്കാത്ത സമയത്ത് വെളിപ്പെട്ട പല പാപങ്ങളും ആഗ്രഹിച്ചിട്ടല്ല, ആരുടെയൊക്കെ വാക്കിന് മുൻപിൽ, ആരുടെയൊക്കെ പ്രവൃത്തിക്ക് മുൻപിൽ ഞാൻ പോലും അറിയാത്ത സമയങ്ങളിൽ എന്നിൽ വെളിപ്പെട്ട പാപങ്ങളെ ഒന്ന് ക്ഷമിക്കണേ എന്ന് ഓൺലൈനിലൂടെ കാണുന്നവർ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ ഹാളിനകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി പോലും മൗനമായി നിൽക്കരുത്. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരുപക്ഷെ നിന്റെ തകർച്ചയ്ക്ക് നിന്നിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യത്തെ അകറ്റിയത് ഈ പാപമായിരിക്കും. ഇന്ന് പകൽ ഉപേക്ഷിച്ചാൽ അവൻ നിന്നെ മകനെ എന്ന പദവിയിലേക്ക് മടക്കിയെടുക്കും. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ വീണ്ടും എഴുതും. നിന്നെ നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ആരുടെ മുൻപിലും നീ കരയേണ്ടി വരത്തില്ല. കാരണം you are the son of God. നീ ദൈവത്തിന്റെ മകനായി മാറോ. ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചു. കരയുമ്പോ ഞങ്ങളുടെ ഇന്നലകളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഞങ്ങൾ ഏറ്റുപറയുകയാണ്. ഇന്ന് പകൽ ഞങ്ങളെ മുറ്റും സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ആലയം ക്രിസ്തുവിന്റെ മക്കൾ വസിക്കുന്ന ഒരിടമായി മാറട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കാൻ ഞങ്ങളുടെ ജീവിതം കൊണ്ടിടയാക്കളെ. വിശുദ്ധിയോടെ നിൽപ്പാൻ, അന്ത്യത്തോളം ഈ കൃപയിൽ നിൽപ്പാൻ മഹത്വമെല്ലാം അങ്ങേക്ക്. ജനത്തെ ബ്ലസ് ചെയ്യും യേശുവിൻ നാമത്തിൽ. ആമേൻ ആമേൻ. ദൈവസന്നിധിയിലായിരിക്കാം. കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളെടുത്താട്ടെ. ദശാംശമായി വഴിപാടായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓഫറിംഗ് നൈറ്റുകൾ നിക്ഷേപിക്കാം. ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ വേഗത്തിൽ. സ്വർഗീയമല്ല കർത്താവേ, ഇല്ലായ്മയുടെ നടുവിൽ ഞങ്ങൾ വിതയ്ക്കുകയാണ്. 1000 മടങ്ങ് കൊയ്യുവാനിട വരുന്നത് ദശാംശമായി വഴിപാടായി നേർച്ചയായി ഞങ്ങൾ വിതയ്ക്കുമ്പോൾ കർത്താവേ, നാളത്തെ പകൽ മുതൽ ഓരോ പകലും ഞങ്ങളുടെ കരുതൽ അനുഭവിപ്പാനിട വരുത്തും. മഹത്വമെല്ലാം അങ്ങെടുക്കും. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിലെ. ഓൺലൈനിലൂടെ ഞങ്ങളെ കാണുന്നവർ നിങ്ങളെല്ലാവരും ക്രിസ്തു
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു ഓൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.